മഴക്കാലം വരുന്നതോടുകൂടി മഴക്കാല രോഗങ്ങളും കൂടുകയാണ്. അപ്പോൾ ഈ രോഗങ്ങളെ തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പാരൻസ് ചോദിക്കാറുണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറയാം. പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് കണ്ടാമിനേറ്റഡ് ആയ വെള്ളത്തിലൂടെ പടരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ പൂർ ഹാൻഡ് ഹൈജീൻ കൂടെ പടരുന്ന അസുഖങ്ങളാണ്. അതിൽ പെടുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, ഷിഗല്ല തുടങ്ങിയ അസുഖങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഹാൻഡ് ഹൈജീൻ ശ്രദ്ധിക്കാനാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തറവായിട്ട് കൈ കഴുകാൻ പറയുക കുട്ടികളെടുക്കുക. വാഷ്റൂം യൂസ് ചെയ്തതിന് ശേഷവും കൈ നന്നായിട്ട് വാഷ് ചെയ്യാൻ പറയാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അതുപോലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ജ്യൂസ്, വെള്ളം തുടങ്ങിയവ കുടിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കൂടാതെ വാക്സിൻ വഴി തടയാൻ പറ്റുന്ന അസുഖങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എയും ടൈഫോയിഡ് എല്ലാം. അതിനുള്ള വാക്സിൻ എടുക്കാത്തവർക്ക് ആ വാക്സിൻസ് എടുക്കാവുന്നതേ ഉള്ളൂ. മറ്റൊന്ന് കെട്ടിക്കിടക്കുന്ന ചളിവെള്ളം പോലെയുള്ള കിട്ടുന്ന അസുഖങ്ങളാണ്. എലിപ്പനിയൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പം എലിമൂത്ര വിസർജനം കാരണം കണ്ടാമിനേറ്റഡ് ആയ വെള്ളത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാലിൽ ചെറിയ മുറിവിലൂടെ പോലും ഈ ഓർഗാൻസം നമ്മളെ ശരീരത്തിൽ കയറാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ പറയുന്നത് കെട്ടിക്കിടക്കുന്ന ചളിവെള്ളത്തിൽ കുട്ടികളോട് കളിക്കരുതെന്ന് പറയാം. കംപ്ലീറ്റ്ലി കവേർഡ് ആവുന്ന ഗം ബൂട്ട്സ് പോലത്തുള്ള ബൂട്ട്സ് ഉപയോഗിക്കാനാണ് പറയുന്നത്. പിന്നെ ആക്സിഡന്റലി ഇപ്പോൾ ചളിവെള്ളത്തിൽ വീണും കാൽ മുറിയോ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് എഫക്റ്റഡ് ആയ ഏരിയയിൽ പോവുകയാണെങ്കിൽ എലിപ്പനി തടയാനായിട്ട് ഇതിന് പറ്റുന്ന ചില മരുന്നുകൾ അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്താൽ കൊടുക്കാവുന്നതാണ്.